വയനാട് പുൽപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുവും പിടിച്ചെടുത്ത കേസിൽ വഴിത്തിരിവ്. നിരപരാധിയെന്ന് കണ്ടെത്തിയ വീട്ടുടമ തങ്കച്ചൻ 17 ദിവസത്തിനു ശേഷം ജയിൽ മോചിതനായി. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അടക്കമുള്ളവരാണ് തന്നെ കേസിൽ കുടുക്കിയതെന്ന് തങ്കച്ചൻ ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി OR കേളു റിപ്പോർട്ടറിനോട് പറഞ്ഞു. പുൽപ്പള്ളി പെരിക്കല്ലൂർ വരവൂരിലെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും കർണാടക മദ്യവും കണ്ടെടുത്ത സംഭവത്തിൽ നിരപരാധിയായ വീട്ടുടമ കാനാട്ടുമലയിൽ തങ്കച്ചൻ ജയിലിൽ കിടന്നത് 17 ദിവസം. ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ സംഭവത്തിൽ തങ്കച്ചന് പങ്കില്ലെന്ന് വ്യക്തമായി. കിട്ടിയ പ്രതി ഞാൻ പറയുന്നത് ചൂണ്ടയിലിട്ട ഒരു ഇര മാത്രമാണ്. ഈ കൊളുത്തി ഇട്ടവനും ചൂണ്ട പിടിച്ചവനും ഒക്കെ ഒളിവിലാണ്. യഥാർത്ഥ പ്രതികളെ പുറത്തുകൊണ്ട് ഇതിന് ND അപ്പച്ചന് വരെ DCC പ്രസിഡന്റായ ND അപ്പച്ചന് വരെ ഇതിൽ പങ്കിട്ടതാണ്. തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും വിഷയത്തിൽ സർക്കാർ തല അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്നും മന്ത്രി OR കേളു വ്യക്തമാക്കി. അപ്പോൾ അത് സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു പരിശോധന തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ മുകളിൽ ഉണ്ടാവും. അതിന്റെ ഒരു നിഗൂഢത പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. തെറ്റ് ചെയ്തവരെ നമുക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. സ്ഫോടക വസ്തു കൊണ്ടുവന്ന പുൽപ്പള്ളി സ്വദേശി പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗൂഗിൾ പേയിലൂടെ പണം കൈമാറി മദ്യം വാങ്ങിയ തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, വയനാട്.